തൊടുപുഴയിൽ ഇപ്പോൾ പോലീസ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ടതിലേക്ക് കാണണമല്ലോ, പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ ബുദ്ധിമുട്ട്, അത് എടുത്ത് എത്രപ്പെടുന്ന നടപടികൾ ആരംഭിക്കും. ഇതൊരു മിസ്സിംഗ് കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് അന്വേഷണത്തിലാണ് പാർട്ട്നേഴ്സുമായിട്ട് ചെറിയ പാർട്ട്ണർഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, തർക്കങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായിട്ടുള്ളത്. പ്രതികൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് പാർട്ട്നേഴ്സിന്റെ ഇടയിലുള്ള ഷെയർ സംബന്ധിച്ച സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം. ഇത് ഈ ഒന്നാം പ്രതി ഒരു കൊട്ടേഷൻ കൊടുത്താണെന്ന് കൺഫസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉള്ളതായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കളക്ഷനും ഇൻവെസ്റ്റിഗേഷൻ നടന്നു വരികയാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയിച്ചു. അപ്പോൾ 3 പേര് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇനി ഒരാൾ കൂടി ഉണ്ട്. അയാൾ ഓൾറെഡി കാപ്പ ഫിഷിംഗ് പ്രകാരം ജയിലിലാണ്. അയാൾക്കെതിരെ നേരത്തെ പരാതി കൊല്ലപ്പെട്ട ആൾക്കെതിരെ നൽകിയിട്ടുണ്ടോ? ഇവർ തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള പല പരാതികളും മറ്റൊക്കെ പല സെക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നു വരികയാണ്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് ഉള്ളതായിട്ടാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഇൻവെസ്റ്റിഗേഷനിലെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇവരൊരു വണ്ടിയിൽ കടത്തിക്കൊണ്ടുവരികയാണ്. കിഡ്നാപ്പിംഗ് കൂടെയുണ്ട്. വണ്ടിയിൽ വെച്ച് തന്നെയാണ് കൊല്ലപ്പെട്ടതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത് അന്വേഷണത്തിൽ. 20th മോർണിംഗ് തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നു വരികയാണ്. കൂടുതൽ കാര്യങ്ങൾ അതിനുശേഷം പറയാൻ പറ്റുള്ളൂ. ഓക്കെ. SP മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യം രജിസ്റ്റർ ചെയ്ത ഒരു മിസ്സിംഗ് കേസായിരുന്നു. പിന്നീടാണ് കൊലപാതകം നടന്നത്. അത് ഈ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മൃതദേഹം അല്പസമയത്തിനകം പുറത്തെടുക്കാൻ കഴിയും മാൻഹോളിൽ നിന്ന് എന്നാണ് SP പറയുന്നത്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം. കൊലപാതകത്തെക്കുറിച്ച് ഇന്നുകൂടിയാണ് മാധ്യമങ്ങളോട് അദ്ദേഹം വ്യക്തമാക്കിയത്.